ഡ്യൂറന്റ് കപ്പിൽ കേരള ബ്ലാസ്റ്റേഴ്സിന് CASFനെയായിരുന്നു നേരിട്ടിരുന്നത്. മത്സരത്തിന്റെ ഫസ്റ്റ് ഹാഫിൽ കേരള ബ്ലാസ്റ്റേഴ്സ് തീർത്തും മികച്ച പ്രകടനം തന്നെ പുറത്തെടുത്തിട്ടുണ്ടായിരുന്നു. മികച്ച അറ്റാക്കിംഗ് ഫുട്ബോളായിരുന്നു കേരള ബ്ലാസ്റ്റേഴ്സ് കാഴ്ചവെച്ചിരുന്നത്. നോവ, പെപ്പറ, ഐമൻ എന്നീ താരങ്ങളെല്ലാം ഇന്നത്തെ മത്സരത്തിൽ തിളങ്ങി. എന്നാൽ ഏക നിരാശ നൽകുന്ന കാര്യം എന്താണെന്ന് വെച്ചാൽ കേരള ബ്ലാസ്റ്റേഴ്സിന്റെ ക്യാപ്റ്റനായിട്ടുള്ള അഡ്രൈ ലൂണ തന്റെ പഴയ മികച്ച ഫോമിലേക്ക് തിരിച്ചെത്തിയിട്ടില്ല എന്നുള്ളതാണ്. ഇന്നത്തെ മത്സരത്തിൽ ഏകപക്ഷീയമായ 7 ഗോളിനാണ് കേരള ബ്ലാസ്റ്റേഴ്സ് വിജയിച്ചത്. മത്സരത്തിൽ ആദ്യം തന്നെ നോവയുടെ മികച്ച ഒരു ക്രോസിലൂടെ പെപ്ര ഗോൾ നേടുകയായിരുന്നു. പിന്നീട് ഐമന്റെ മികച്ച ക്രോസ് കണക്ട് ചെയ്തുകൊണ്ട് രണ്ടാമത്തെ ഗോള് നോവ നേടുകയായിരുന്നു. മൂന്നാമത്തെ ഗോള് പെപ്രയുടെ അസിസ്റ്റിലൂടെ ഐമനായിരുന്നു സ്കോർ ചെയ്തിരുന്നത്. നാലാമത്തെ ഗോള് നോവ സദോയും അതുപോലെ തന്നെ അഞ്ചാമത്തെ ഗോള് നവോച്ചയും നേടി. ഫസ്റ്റ് ഹാഫ് കഴിയുന്നതിന് തൊട്ട് മുൻപ് നോവയുടെ അസിസ്റ്റിലൂടെ ഐമൻ ബ്ലാസ്റ്റേഴ്സിന് വേണ്ടി ആറാമത്തെ ഗോളും സ്കോർ ചെയ്യുകയായിരുന്നു. എന്നാൽ സെക്കൻഡ് ഹാഫിലേക്ക് കടന്നപ്പോൾ തീർത്തും നിരാശ നൽകിയ പ്രകടനമായിരുന്നു കേരള ബ്ലാസ്റ്റേഴ്സ് കാഴ്ചവെച്ചിരുന്നത്. സെക്കൻഡ് ഹാഫ് ആയപ്പോഴേക്കും തീർത്തും പ്ലേയേഴ്സ് എല്ലാം ടയേർഡ് ആയ പോലെയാണ് കളിച്ചിരുന്നത്. സെക്കൻഡ് ഹാഫിൽ വീണ്ടും ഗോൾ നേടണമെന്ന വാശി കേരള ബ്ലാസ്റ്റേഴ്സ് പ്ലേയേഴ്സിന്റെ ഭാഗത്തുനിന്ന് കാണാൻ സാധിച്ചില്ല. ആകെ എടുത്ത് പറയുന്നുള്ളത് മത്സരത്തിന്റെ അവസാന നിമിഷത്തിൽ കേരള ബ്ലാസ്റ്റേഴ്സിന് പെനാൽറ്റി ലഭിക്കുകയുണ്ടായിരുന്നു. എന്നാൽ നോവ സദോവി ആ ഒരു പെനാൽറ്റി മിസ് ചെയ്യുകയായിരുന്നു. ആ ഒരു പെനാൽറ്റി പാഴാക്കിയതിനു പകരം നോവ തന്നെ ബ്ലാസ്റ്റേഴ്സിന് വേണ്ടി 7ാമത്തെ ഗോൾ സ്കോർ ചെയ്തിരുന്നു. ഇന്നത്തെ മത്സരത്തിലുടനീളം നോവയുടെ പ്രകടനം എടുത്തു പറയേണ്ടതാണ്. മത്സരത്തിന്റെ ഫസ്റ്റ് ഹാഫിൽ കേരള ബ്ലാസ്റ്റേഴ്സ് മികച്ച അറ്റാക്കിംഗ് ഫുട്ബോളായിരുന്നു കാഴ്ചവെച്ചിരുന്നത്. ഈ ഒരു വിജയത്തോടെ ഇനി കേരള ബ്ലാസ്റ്റേഴ്സ് ക്വാർട്ടർ കളിക്കുമെന്നുള്ള കാര്യം ഇപ്പോൾ ഉറപ്പായിട്ടുണ്ട്. എന്നിരുന്നാലും ഈ ഒരു മത്സരവുമായി ബന്ധപ്പെട്ട നിങ്ങളുടെ അഭിപ്രായമൊക്കെ താഴെ നിന്ന് കമന്റ് ചെയ്യുക.